FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ മാർച്ച് 25 ഒരു അമെൻമെൻറ്റ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് വലിയ വിവാദങ്ങൾ ഇന്ത്യയിലെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലും ഉണ്ടാകുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ താൽക്കാലികമായി പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയൊരു ഭേദഗതി അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്? എന്താണ് ഈ FCRA ആക്ട് എന്ന് പറയുന്നത്? പുതിയ ഈ ഒരു ഭേദഗതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ FCRA, അതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ NGOs, ഇങ്ങനെയുള്ള പല ഓർഗനൈസേഷൻസിനും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡൊണേഷൻസും ഗ്രാൻസും ഒക്കെ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സംഭാവനകൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് സ്വീകരിക്കുമ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു റെഗുലേഷനും അതിൻ്റെ മുകളിലില്ല എങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ വിദേശത്ത് നിന്നും ഇന്ത്യയിലെ ഓർഗനൈസേഷൻസിലേക്ക് പണം കൊടുത്തുകൊണ്ട് ഇവിടെ പൊളിറ്റിക്കലായിട്ടും കൾച്ചറലായിട്ടും ഒക്കെ ഇടപെടാൻ വിദേശത്തുള്ള ആളുകൾക്കും ഓർഗനൈസേഷൻസിനും വിദേശ രാജ്യങ്ങൾക്കും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇതോടൊപ്പം മണി ലോണ്ടറിങ്, അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഡൊണേഷൻസ് പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലായിട്ടും നോൺ പൊളിറ്റിക്കലായിട്ട് കൾച്ചറലായിട്ട് സോഷ്യലായിട്ട് ഇനി അതുപോലെ തന്നെ എക്കണോമിക്കായിട്ടൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ഡൊണേഷൻസിന് സാധിക്കുന്നത് കൊണ്ടാണ് എപ്പോഴും ഗവൺമെൻറ് അതിൻ്റെ മുകളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. എവിടെ നിന്നാണ് ഈ പണം വരുന്നത്, എന്താവശ്യത്തിനാണ് ഈ പണം വരുന്നത്, ഈ പണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും മുകളിൽ ഗവൺമെൻറ്റിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു നിയമം നമ്മുടെ രാജ്യത്തിൽ വരുന്നത് 1976 അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് കാണാം. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ FCRA ആക്ട് നിലവിൽ വരുന്നത് 2010 എന്ന് കാണാം. 2016 2018 2020 ഒക്കെ ഇതിനകത്ത് ഭേദഗതികൾ വന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ നിയമം വന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 16,000-ലധികം ഓർഗനൈസേഷൻസ് വഴി ഓരോ വർഷവും 22,000 കോടി രൂപയോളമാണ് ഡൊണേഷനായിട്ട് ഈ FCRA നിയമത്തിൻ്റെ കീഴിൽ ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിലവിലത്തെ നിയമത്തിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആർക്കാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഡൊണേഷൻസും കോൺട്രിബ്യൂഷനുകളും ഒക്കെ സ്വീകരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളുണ്ട്, റിലീജിയസ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രസ്റ്റുകളുണ്ട്, NGOകളുണ്ട്, മറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവർക്കൊക്കെ ധനസഹായം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അവർ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി എന്നത് നമ്മൾ മറ്റൊരു രീതിയിൽ പറയാറുണ്ട്. ഇതിനെയാണ് ഒരു FCRA ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന FCRA ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ വിദേശത്തു നിന്നുള്ള ധനസഹായം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട്, അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 25 ഇങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്ത ആളുകൾ മാത്രമല്ല അവർക്ക് മിനിമം 3 വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയം വേണം. അതുപോലെ തന്നെ 3 വർഷത്തെയെങ്കിലും ഒരു പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് വേണം. ഈ 3 വർഷത്തിനുള്ളിൽ മിനിമം 15 ലക്ഷം രൂപയെങ്കിലും റേസ് ചെയ്യാനും ഇവർ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ചെലവഴിക്കാനും ഒക്കെ ഇവർക്ക് സാധിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഗവൺമെൻറ് ഇത്തരം ആളുകൾക്ക്, ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ലൈസൻസ് നൽകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സംഘടനയുടെ ഏത് അക്കൗണ്ടിലേക്കും ഇത്തരത്തിലുള്ള ധനസഹായം സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ന്യൂഡൽഹിയിലെ മെയിൻ ബ്രാഞ്ചിൽ ഒരു FCRA അക്കൗണ്ട് ഇത്തരം സംഘടനകൾ തുടങ്ങണം. ആ ഒരു അക്കൗണ്ടിലേക്ക് മാത്രമേ അവർക്ക് ഇത്തരത്തിലുള്ള സംഭാവനകൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇത്തരം സംഘടനകൾക്ക് ഈ ഡൊണേഷൻ കിട്ടുന്നത് ആ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഈ പണം ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ലൈസൻസിനെല്ലാം 5 വർഷത്തെ കാലാവധി മാത്രമേ ഉള്ളൂ. ഓരോ 5 വർഷവും കൂടുമ്പോൾ ഈ ഓർഗനൈസേഷൻസ് അവരുടെ FCRA ലൈസൻസ് പുതുക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. 5 വർഷം തികയുന്നതിന് 6 മാസം മുന്നേ തന്നെ ഈ റിന്യൂവൽ നടപടികൾ ആരംഭിച്ചിരിക്കണം എന്നാണ് പറയുന്നത്.
ഇനി ആദ്യമായിട്ട് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സമയമായിക്കൊള്ളട്ടെ, ഇത് റിന്യൂ ചെയ്യുന്ന സമയമായിക്കൊള്ളട്ടെ, അപ്പോഴെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സംഘടനകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട്, ഇവർ സ്വീകരിക്കുന്ന പണവുമായി ബന്ധപ്പെട്ടിട്ട്, ഈ പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുകയോ അത് റിന്യൂ ചെയ്യുകയോ ചെയ്യുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഇവരുടെ ഭാഗത്ത് നിന്ന് കാണുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ആർക്കൊക്കെ ഈ ലൈസൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ വിദേശ സഹായം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ചില ആളുകൾക്ക് ഒരു കാരണവശാലും വിദേശ സഹായം സ്വീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രാജ്യത്തെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ പത്രപ്രവർത്തകർ, ഇവിടുത്തെ ഇന്ത്യയിലെ ന്യൂസ് പേപ്പേഴ്സ്, മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ജഡ്ജസ്, ഗവൺമെൻറ്റിൻ്റെ സർവൻസ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ശമ്പളം വാങ്ങുന്ന ആളുകൾ, ഇന്ത്യയിലെ മെമ്പർ ഓഫ് ലെജിസ്ലേച്ചേഴ്സ്, അത് നിയമസഭകളായിക്കൊള്ളട്ടെ, ലോകസഭയോ രാജ്യസഭയോ ആയിക്കൊള്ളട്ടെ, അതിനകത്തെ മെമ്പർമാർ, വിവിധ പൊളിറ്റിക്കൽ പാർട്ടികൾ, പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഉള്ള ഓർഗനൈസേഷൻസ്, ഇങ്ങനെ വിവിധ ആളുകൾക്ക് ഒരു കാരണവശാലും ഇവിടെ രജിസ്റ്റർ ചെയ്യാനോ ഇത്തരത്തിൽ വിദേശത്തു നിന്നുള്ള ധനസഹായം സ്വീകരിക്കാനോ സാധിക്കില്ല. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന പണം ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷണലായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ധനസഹായങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റിലീജിയസ് കൺവേർഷൻ, മതം മാറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇനി അതുപോലെ തന്നെ കമ്മ്യൂണലായിട്ടുള്ള പ്രശ്നങ്ങൾ, വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ, അങ്ങനെ ചില കാര്യങ്ങളിൽ ഈ പണം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നും ഈ നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം വിദേശത്തു നിന്ന് വരുന്ന ധനസഹായം ഉപയോഗിച്ച്, അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന ഡൊണേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് വളരെ വലിയ രീതിയിൽ ഉറപ്പാക്കുകയാണ് ഈ FCRA എന്ന് പറഞ്ഞിട്ടുള്ള നിയമം ചെയ്യുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത ചോദ്യം വരുന്നത്, ഇപ്പോഴത്തെ 2026 സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഭേദഗതിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നിയമം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു NGO, ആ NGO അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ ലൈസൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ 5 വർഷം കഴിഞ്ഞിട്ട് അവരുടെ ലൈസൻസ് പുതുക്കാതെ അത് എക്സ്പയർ ആയി പോവുകയാണെന്ന് വിചാരിക്കുക. ഇനി അതല്ല, ഗവൺമെൻറ് എന്തെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വിദേശത്തു നിന്ന് വരുന്ന ഫണ്ടിനും ഈ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള അസറ്റുകൾ അല്ലെങ്കിൽ സ്വത്തുക്കൾക്കും എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം നിലവിലത്തെ നിയമത്തിൽ ഗവൺമെൻറ് പലതരത്തിലുള്ള ആക്ഷൻസാണ് സ്വീകരിക്കുന്നത്. ഗവൺമെൻറ് ആ ഒരു സ്വത്തിൻ്റെ ഒരു കസ്റ്റോഡിയനായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിഷിപ്പ് ഗവൺമെൻറ്റിന് കിട്ടും. നിലവിൽ വരുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്ഥാപനത്തെ കുറച്ചു കാലം ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകും. വലിയ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയലേഷൻസോ ഒക്കെ കണ്ടെത്തുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് ഈ സ്വത്ത് കണ്ടുകെട്ടാൻ, അങ്ങനെയൊക്കെയുള്ള ഓരോ സാഹചര്യങ്ങളിലും ഒരു കേസ് ബൈ കേസ് ഡിസിഷനാണ് ഗവൺമെൻറ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തൊരു വ്യക്തതയില്ല, ഒരു ആംബിഗ്വിറ്റി ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾ, ഏതെങ്കിലും സംഘടന അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ അവരുടെ ലൈസൻസ് ക്യാൻസൽ ആവുകയോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യാതെ ഈ ലൈസൻസിൻ്റെ കാലാവധി അവസാനിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫണ്ടിൻ്റെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള അസറ്റുകളുടെയും മുഴുവൻ അധികാരവും ഈ പറഞ്ഞിട്ടുള്ള ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കയ്യിലേക്ക് പോവുകയാണ്. ഇവർക്ക് 2 തരത്തിലുള്ള അധികാരം കിട്ടുകയാണ്. ഒന്നാമത്തേതാണ് പ്രൊവിഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് താൽക്കാലികമായിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലൈസൻസ് ഇല്ലാതാവുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു വെസ്റ്റിംഗ്, ഇതിനെ അസറ്റ് വെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു അധികാരം മാത്രമാണ് ഈ അതോറിറ്റിക്ക് കിട്ടുന്നത്. എന്നാൽ ഇവിടെ വലിയ രീതിയിലുള്ള വയലേഷൻസ് നടക്കുകയോ പെർമനൻ്റ് ആയിട്ട് ലൈസൻസ് ക്യാൻസൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്വത്തുക്കളുടെയൊക്കെ പൂർണ്ണമായ അധികാരം ഈ അതോറിറ്റിയുടെ കയ്യിലേക്ക് വരുന്നു. പൂർണ്ണമായ അധികാരം ഈ അതോറിറ്റിക്ക് കിട്ടുകയാണെങ്കിൽ വേണ്ടി വന്നാൽ ഈ സ്വത്തുക്കൾ വിൽക്കാനും ആ പണം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് കണ്ടുകെട്ടാനുമുള്ള അധികാരം വരെ ഈ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചില ഗ്യാപ്പുകൾ പരിഹരിക്കുകയാണ് ഈ ഒരു ഭേദഗതിയിലൂടെ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം ഈ ലൈസൻസുകളുടെ ഓട്ടോമാറ്റിക് എക്സ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ലൈസൻസുകൾക്ക് 5 വർഷത്തെ കാലാവധി മാത്രമേ ഉള്ളൂ. ഈ 5 വർഷം തികയുന്നതിന് 6 മാസം മുന്നേ തന്നെ ഈ ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. അതായത് കൃത്യസമയത്ത് ഈ ലൈസൻസ് പുതുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഗവൺമെൻറ്റിന് കൊടുക്കുകയും ഗവൺമെൻറ് അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ ഈ ലൈസൻസിൻ്റെ കാലാവധി തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈസൻസ് എക്സ്പയർ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടുത്തെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിൻ്റെ കീ ഫംഗ്ഷണറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ട്രസ്റ്റീസ്, കമ്മിറ്റി മെമ്പേഴ്സ്, അങ്ങനെ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം അതിന് അക്കൗണ്ടബിളും ലയബിളും ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക.
ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ FCRA നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയോ സംഘടനകൾക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയോ നടപടികൾ എടുക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി പ്രയർ അപ്രൂവൽ വാങ്ങിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇനി അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ നിയമലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷകൾ അല്ലെങ്കിൽ പെനാൽറ്റിയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇത്രയും കാലം മാക്സിമം 5 വർഷം വരെ തടവുണ്ടായിരുന്നു. എന്നാൽ അത് 1 വർഷമായിട്ട് കുറച്ചിരിക്കുകയാണ്. എന്നാൽ ഫൈനാൻഷ്യൽ പെനാൽറ്റിയിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുതിയ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നതെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങൾ വരുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, അതുപോലെ തന്നെ ഈ ലൈസൻസിൻ്റെ ഓട്ടോമാറ്റിക് എക്സ്പിറേഷൻ. ഇപ്പോൾ നമ്മളൊരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന് അവരുടെ കൃത്യമായിട്ട് അവരുടെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് റിന്യൂ ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി വരുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ആ ഒരു ലൈസൻസ് എക്സ്പയർ ആവുകയാണ്. അപ്പോൾ ഈ ലൈസൻസ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടുകളുടെയും അതുപോലെ തന്നെ ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള അസറ്റുകൾ, അത് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള വിദേശ ഫണ്ടുകളാവണം നിർബന്ധമില്ല, ഭാഗികമായിട്ട് വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അസറ്റുകളാണെങ്കിൽ പോലും അതിൻ്റെ അധികാരം നേരത്തെ പറഞ്ഞ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കയ്യിലേക്ക് പോവുകയാണ്. ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വേണമെങ്കിൽ ഈ സ്വത്തുക്കൾ വിറ്റ് ആ പണം സർക്കാരിലേക്ക് കണ്ടുകെട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് ഈ ലൈസൻസ് പുതുക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഗവൺമെൻറ്റിന് ഇതിനകത്തൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നാൽ ഈ ലൈസൻസ് എക്സ്പയർ ആവുകയും അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും മറ്റും ഇത്തരത്തിലുള്ള ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കയ്യിലേക്ക് പോവുകയും ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾക്ക് ഇത്തരത്തിൽ മൈനോറിറ്റി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള NGOകളുടെയൊക്കെ കയ്യിലിരിക്കുന്ന സ്വത്ത് പിടിച്ചെടുക്കാൻ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ആരെങ്കിലും ഈ ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ മുന്നോട്ട് വെക്കുമ്പോൾ ആ ആപ്ലിക്കേഷനിൽ തീരുമാനമെടുക്കാതെ വൈകിപ്പിച്ചുകൊണ്ട് പോയിട്ട് ഈ ലൈസൻസ് എക്സ്പയർ ആവുകയും ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ആ ഒരു സ്വത്ത് പിടിച്ചെടുക്കാനുള്ള ഒരു അവകാശം കിട്ടുകയല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ വ്യൂസിനെതിരെ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള NGOs, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത സംഘടനകൾ, ഇവരുടെയൊക്കെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമായിട്ട് ഗവൺമെൻറ്റിന് ഇത് ദുരുപയോഗം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വലിയ ആരോപണവും ഒരു ആശങ്കയുമായിട്ട് ഈ ബില്ലിനെ എതിർക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ നിയമത്തിൽ പറയുന്നില്ല. ആരാണ് അല്ലെങ്കിൽ ആരെയാണ് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആയിട്ട് നിയമിക്കുന്നത്, അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള അസറ്റുകൾ വിൽക്കണമോ വേണ്ടയോ മുതലായ തീരുമാനങ്ങളൊക്കെ അവരെടുക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് വ്യക്തമായ ഒരു കാര്യവും ഈ നിയമത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ആരോപണം, ഈ FCRAയുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടത്താനും അതുപോലെ തന്നെ നടപടിയെടുക്കാനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വേണം എന്ന പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്ന സംഘടനകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻസൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് നടത്തി കഴിഞ്ഞാൽ അതത് സംസ്ഥാനത്തെ സർക്കാരുകൾക്കോ പോലീസിനോ ഒന്നും അവർക്കെതിരെ അന്വേഷണം നടത്താൻ സാധിക്കില്ല. അതായത് ഗവൺമെൻറ് അതിനുള്ള അനുമതി കൊടുക്കുകയില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒപ്പോസിഷനിൽ നിൽക്കുന്ന പാർട്ടികളോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ വ്യൂസിനെതിരെ നിൽക്കുന്ന സംഘടനകൾക്കോ എതിരേക്ക് അന്വേഷണം വരുമ്പോൾ മാത്രമേ അവരതിന് അനുമതി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഈ FCRAയിൽ വയലേഷൻ നടത്തുന്നവർക്കെതിരെ പക്ഷപാതപരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സാധിക്കും എന്നുള്ളൊരു ആരോപണവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആശങ്കകളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ മതസംഘടനകളാണ് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ വാർത്തകളൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെയുള്ള ക്രിസ്ത്യൻ മതവുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല സംഘടനകളും അവരുടെയൊക്കെ ആശങ്കകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം മതസംഘടനകൾ കാലാകാലങ്ങളായി ഈ FCRA നിയമത്തിൻ്റെ കീഴിൽ വിദേശത്ത് നിന്നും പലതരത്തിലുള്ള ഡൊണേഷൻസ് സ്വീകരിച്ചുകൊണ്ട് ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആശുപത്രികൾ, കോളേജുകൾ, സ്കൂളുകൾ, ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. സോ ആ രീതിയിൽ ഈ നിയമത്തിൽ എന്തെങ്കിലും ദുരുപയോഗമൊക്കെ നടക്കുകയാണെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പും അതിൻ്റെ അവകാശമൊക്കെ ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലേ എന്നുള്ളൊരാശങ്കയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യവും കൂടെ മുന്നോട്ട് വരുന്നുണ്ട്. ഈ മതങ്ങളുടെ കീഴിൽ വിദേശത്ത് നിന്നുള്ള ഡൊണേഷനും കൂടി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ധാരാളം ആരാധനാലയങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ആരാധനാലയങ്ങളും ഗവൺമെൻറ് ഏറ്റെടുക്കുമോ? ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞ് അവരത് വിൽക്കാനൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്.
പക്ഷേ ഈ ആശങ്ക അസ്ഥാനത്താണ് എന്ന് ഗവൺമെൻറ് പറയുന്നു. ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഈ നിയമത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇത്തരത്തിലുള്ള ലൈസൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അസറ്റുകൾ, സ്വത്തുക്കൾ ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് ആണെങ്കിൽ, ഒരു ആരാധനാലയമാണെങ്കിൽ അതിൻ്റെ നേച്ചർ പോകാതെ, അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടാതെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്നിട്ടുള്ള മറ്റു വിവാദങ്ങൾക്ക് ഗവൺമെൻറ് എന്ത് മറുപടിയാണ് കൊടുക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന മറുപടി, ഇതുവരെയുള്ള നിയമത്തിൽ അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിൽ പല ഗ്യാപ്പുകളുമുണ്ട്, അല്ലെങ്കിൽ പല ആംബിഗ്വിറ്റികളുമുണ്ട്, കൃത്യമായ വ്യക്തതയില്ലാത്ത പല ഭാഗങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു NGO ഒരു സുപ്രഭാതത്തിൽ അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന അവരുടെ ലൈസൻസ് റിന്യൂ ചെയ്യാതെ അവരുടെ കയ്യിലുള്ള ലൈസൻസ് എക്സ്പയർ ആവുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പൈസയ്ക്കും അതുപോലെ തന്നെ അവർ ആ പണം ഉപയോഗിച്ച് ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്കും എന്ത് സംഭവിക്കും? ഈ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ട് അവരൊരു തീരുമാനം എടുക്കുന്നത് വരെയോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുമായുള്ള കേസിൻ്റെ വിധി വരുന്നത് വരെയോ ഈ സ്ഥാപനങ്ങൾ പൂട്ടിയിടാനും ഈ പണം ഉപയോഗിക്കാതിരിക്കാനും സർക്കാരിന് സാധിക്കുകയില്ല. ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആംബിഗ്വിറ്റികൾ അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത ഭാഗങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു റെഗുലേഷനും ഇല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് വിദേശത്തു നിന്നുള്ള ധനസഹായങ്ങൾ വരികയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു നിയമം ഏറ്റവും കർക്കശമാക്കുക, ഏറ്റവും സ്ട്രിക്റ്റ് ആക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. സോ നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞുള്ളൊരു നിയമം വന്നിരിക്കുന്നത്? ആ നിയമത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പുതിയ അമെൻമെൻറ്റിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? അതിനെതിരെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നതിനുള്ള കാരണം എന്താണ്? ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.